ദില്ലി സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരായിട്ടുള്ള മുസമൽ ഷക്കീൽ, ഷഹീൻ സായിദ്, പിന്നെ ചെങ്കോട്ടക്കരികിൽ പൊട്ടിത്തെറിച്ച ഉമറുൻ നബി തുടങ്ങിയ ഡോക്ടർമാർ ജോലി ചെയ്തിരുന്ന അൽ ഫല സർവകലാശാലയെ പറ്റി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം അൽ ഫല സർവകലാശാലയിലെ ലബോറട്ടറിയിൽ എങ്ങനെയാണ് 2900 കിലോ അമോണിയം നൈട്രേറ്റ്, പിന്നെ ഇത്ര തോതിൽ റൈസിൻ എന്ന വിഷം, ഇതെല്ലാം തന്നെ എങ്ങനെയാണ് സൃഷ്ടിച്ചെടുക്കുക, മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെയാണ് ശ്രദ്ധിച്ചെടുക്കുക, അതിന്റെ പ്രായോഗികതയിൽ സംശയമുണ്ട് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ചില മതമൗലികവാദികളുടെ ചാനലുകളിൽ അവർ അടുപ്പുകൂട്ടി നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അൽഫല സർവകലാശാലയ്ക്ക് അക്രഡിറ്റേഷൻ ഇല്ല എന്നുള്ള ഒരു നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ അംഗീകാരമില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അത് നമുക്ക് ഈ പറയുന്ന മതമൗലികവാദികളുടെ ഇത്തരത്തിലുള്ള ഇതൊക്കെ എങ്ങനെ സാധ്യമാകും, ഇതിന്റെ പ്രായോഗികത എന്താണ്, ഇത്തരത്തിലുള്ള സർവകലാശാല ഇതൊക്കെ എങ്ങനെ സാധ്യമാകും എന്നുള്ളതിന്റെ ഉത്തരം കൃത്യമായി കിട്ടിയിരിക്കുകയാണ്. സർവകലാശാലയുടെ വെബ്സൈറ്റ് നിലവിൽ പ്രവർത്തനരഹിതമാണ്. NIAC-യുടെ അംഗീകാരമുണ്ട് എന്നുള്ള രീതിയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടത്തിയ അൽഫല സർവകലാശാലയ്ക്കെതിരെ നടപടിക്ക് ഇപ്പോൾ ഒരുങ്ങുകയാണ് NIAC. അൽഫലയ്ക്ക് കീഴിലുള്ള 2 സ്ഥാപനങ്ങൾ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഈ 2 സ്ഥാപനങ്ങൾക്ക് മാത്രമായിരുന്നു NIAC-യുടെ അംഗീകാരം ഉണ്ടായിരുന്നത്. അത് 1 വർഷത്തേക്ക് മാത്രമായിരുന്നു നൽകിയിരുന്നത്. ആ കാലാവധി കഴിഞ്ഞിട്ടിപ്പോൾ വർഷങ്ങൾ കടന്നിരിക്കുന്നു. ഇതിന് പുറമെ നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ, അതായത് സാമ്പത്തിക ഇടപാടുകളിലുള്ള ക്രമക്കേടുകൾ കൂടി കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കോളേജിനെതിരെ അന്വേഷണത്തിനായി EDയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 75 ലക്ഷം രൂപയാണ് NIAC അംഗീകാരമില്ലാത്ത ഈ സർവകലാശാലയിലെ ഒരു MBBS സീറ്റിന് വേണ്ടി മാനേജ്മെന്റ് ചോദിക്കുന്ന തുക എന്ന് ഓർക്കണം. 30 ഏക്കർ ആയിരുന്ന സർവകലാശാല പിന്നീട് 60 ഏക്കറായി വർദ്ധിപ്പിക്കുകയായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്ര റിപ്പോർട്ട് പ്രകാരം ഇതിന് അറബ് ഫണ്ട് ഉണ്ട്, ഈ കോളേജിന്, സർവകലാശാലയ്ക്ക് അറബ് ഫണ്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. വൈറ്റ് കോളർ ഭീകരവാദത്തിന്റെ ഫാക്ടറിയായി കരുതപ്പെടുന്ന അൽഫല സർവകലാശാലയെ പോലെ ഒട്ടനേകം അംഗീകാരമില്ലാത്ത സർവകലാശാലകൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. അവരെല്ലാം ഈ സർവകലാശാലകളെല്ലാം തന്നെ EDയുടെ റഡാറിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.